എന്താണ് രണ്ടുപേരും കാര്യമായിട്ട് എഴുതണേ? എല്ലാ ദിവസവും നിങ്ങൾ ഓരോ ടൈപ്പ് ഡ്രസ്സുകളാണോ ഇടുന്നത്? അപ്പൊ ഇന്നെന്തുകൊണ്ട് ഓരോ ടൈപ്പ് ഇല്ല? രണ്ട് കളറാണല്ലോ. കാരണം ഇവരെ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും ഒരേ ടൈപ്പ് ഡ്രസ്സ് ഒന്നുമില്ല. ഒരു ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം മുടക്കാണ് ഇവിടെ. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഇവർ പ്ലാൻ ചെയ്യും, ഇന്ന ഡ്രസ്സ് ഇട്ട് വരണം. അതുപോലെ ഇവരെ കൊണ്ട് ഇവർ കളിക്കും. കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട്. ഈ കുട്ടിയുടെ പേരാണ് സിയ. ഈ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. ഒരു ഫ്രണ്ട് കൂടി വരാനുണ്ട്, ഫൽഹ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനപ്പോഴേ ഇവരെന്താണ് ശരിക്കും എഴുതണം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വന്നത്. എന്നിട്ട് ഇരിക്കണേ തേഴ്സ്ഡേ BEU ആ. എന്നിട്ടത് ബ്യൂട്ടിഫുൾ അതിന്റെ ഷോർട്ട് ഫോം ആണോ? ഇനി ഇപ്പൊ നിന്നിട്ട് ഇരിക്കണേ പ്ലേന്ന് മനസ്സിലായി. ഇത് എന്നിട്ടാ എന്നിട്ട് ഉദ്ദേശിച്ചത് എന്തൊരു സി എഴുതിയതാ? എന്നിട്ട് നമ്മളത് ഇത് എന്നിട്ടാ അല്ലേ? എന്താണോ എനിക്കറിയില്ല. ഫാത്തിമ ദേവാ ആമിക്കുട്ടീനെ അവിടെ നിന്ന് സി കുട്ടീനെ അവിടെ നിന്ന് വന്നപ്പോ രേവ എന്നിട്ട് ഭയങ്കര തിരക്കില് ഡ്രസ് ഇറക്കിയാക്കിയ അപ്പൊ ആർക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ല. അതെ, ക്ലോസ് ഇത്ര വലിയൊരു അലമാര രേവയ്ക്ക് പണിത് കൊടുത്തിട്ടുണ്ട്. പണതല്ല വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് രേവയ്ക്ക്. എന്നിട്ട് പറയുന്നത് രേവയ്ക്ക് പുറത്ത് പോകാൻ ഇടാൻ ഡ്രസ്സും ഇല്ല, ഈ അലമാരിയിൽ ഡ്രസ്സ് വെക്കാൻ സ്ഥലവും ഇല്ല. നല്ല റീല് കണ്ടതാട്ടാ. അതങ്ങനെ എല്ലാവർക്കും അല്ലേ? ഡ്രസ് ഇല്ല മീൻസ് നമുക്ക് ഇങ്ങനെ പുതിയ ഡ്രസ്സുകൾ ഇടണ്ടേ? എന്തിന്? പെണ്ണുങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ല. 4 ബനിയനുണ്ട്. അതെ, 4 ബനിയനും 2 പാന്റും അത്രയും 2 ഷർട്ടും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനല്ല, ഞങ്ങൾക്ക് ഓരോ പരിപാടിക്കും പുതിയ ഡ്രസ് ഇടാൻ ഭയങ്കര ഇഷ്ടം. അതെ, അപ്പൊ ഈ ഡ്രസ്സുകൾ എടുത്തേക്കും സ്ഥലം വേണ്ട. എന്നിട്ട് നിങ്ങള് എടുത്ത ഡ്രസ്സുകൾ പിന്നീട് ഇടില്ല? ഇടൊക്കെ ചെയ്യും. ഞാൻ ഇടും, അങ്ങനെ ഇടാത്തവരൊക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു ഡ്രസ്സ് എടുത്തിട്ട് പിന്നീട് ഇടാത്തവരുണ്ടോ? ഉണ്ടോ? അപ്പൊ നമുക്ക് ഡ്രസ്സ് വെച്ചോടം വീണ്ടും തുടങ്ങാം. അല്ല, നിർത്തിയിട്ടല്ലേ പറയുന്നത്. ഭയങ്കരമായിട്ട് കൂട്ടാം. കാരണം അവര് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയധികം ഡ്രസ് ഇതാവണത്. അതുപോലെ വെറുതെ പറഞ്ഞിട്ട് വൈറലാവുമ്പോ നിക്കണ്ടോ രേവ? നിന്റെ ആറ്റിറ്റ്യൂഡും പല ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും പല ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ പല തരത്തിലുള്ള ആൾക്കാരുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കും ഇഷ്ടമാണ് പുതിയ ഡ്രസ്സുകൾ ഇടാൻ. പക്ഷെ ഇട്ടത് ഇടില്ല എന്നൊന്നുമില്ല. ഞാൻ ടോപ്പിക്ക് മാറ്റിക്കുന്നത് വൈകിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട്. അത് എന്താ പറയാ, സർപ്രൈസ് ആണ്. പറഞ്ഞിട്ടൊന്നുമില്ല, സർപ്രൈസ് ആണ്. വൈകിട്ട് ഞങ്ങള് അപ്പൊ രേവ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ഇട്ട് പോണെന്ന്. എന്തിനാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ 3 പേരും ബ്ലാക്ക് ഇട്ടിട്ട് പോവും എന്തായാലും. നീ ഇനിയിപ്പോ കാര്യം ചെയ്യും, ബാക്കിയുള്ള തുണികളൂടെ മടക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി കയറ്റി നീ തുറക്കണല്ലോ എന്തായാലും. ഞാൻ കേട്ടിക്കോളാം. വേറെ പണികളൊന്നും ഇല്ല. എന്ന് പണികളുണ്ട്, ഒന്ന് ക്ലീനപ്പ് മാത്രം. ഫുഡ് പരിപാടി ഒന്നും ഇല്ലട്ടാ. അവിടെ ഫുഡ് ഉണ്ടായിരിക്കും. തുറക്കണ്ട, കട്ട് ചെയ്തിട്ട് തുറക്കണം. അപ്പൊ എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ട് എന്തായാലും ഇറങ്ങുമ്പോ കാണാം. ഇങ്ങോട്ട് രാത്രിയുള്ള പരിപാടിക്ക് നമ്മൾ ഇറങ്ങുമ്പോ കാണണ്ട. തുറക്ക്. ചെറുതായിട്ട് കണ്ടു. ഇതൊന്നും ഞാൻ ഡ്രസ്സൊന്നും അല്ലട്ടാ. ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ ബോട്ടിക്കിന്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സുകൾ. രേവയ്ക്ക് അവിടെ വേറൊരു അലമാരി ഉണ്ട്, അതിൽ കുറെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തികയാണ്ട് ഇപ്പൊ രേവ ഒരു ഷെൽഫ് ഇതിന്റെ കടടത്തിരിക്കുകയാണ്. ഇവിടുത്തെ ഷെൽഫിലും കൂടി വെക്കാൻ വേണ്ടിട്ട്. തെറ്റിദ്ധരിക്കരുത്. അതെ, എന്നാലും ഉണ്ട് കേട്ടാ. വെറുതെ പറഞ്ഞു, അലമാരി ഫുള്ള് രേവയുടെ ഡ്രസ്സാണ് വീട്ടില്. അപ്പൊ എന്തായാലും ഇനി വൈകിട്ട് കാണാം. രേവാന്ന് വിളിക്കാൻ പോയായിരുന്നു. രേവ പറയാ 4 ആഴ്ചയായി ലോങ് വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോ എടുക്കണ്ടോ? അറിയില്ല. ഫുള്ള് ബ്ലാക്കാ. അത് ഈ കണ്ണാടിയിൽ കാണാം. ഫുള്ള് ബ്ലാക്കാ. എന്നിട്ട് പരിപാടി രാത്രി ബ്ലാക്ക് ഇട്ട് പോവാണ്. അപ്പൊ ഇവിടെ ഓണം കഴിഞ്ഞില്ല, ഡിസംബർ വരെ ഓണാണ്. അപ്പൊ ഇന്നത്തെ ഓണം മൽനാസർ ലഷർലാൻഡില് രാത്രി ഓണാണ് കേട്ടാ. നമ്മൾ അങ്ങോട്ട് പോവാണ്. രാത്രി ഫുഡ് ഉണ്ട്, അതാണ് സ്പെഷ്യല്. നോൺ വെജ് ഫുഡ്, സദ്യ അല്ല മീ. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഒരു ഗാനമേള ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. നടക്ക്. എന്നെ കാണുന്നുണ്ടോന്നറിയില്ല ചേട്ടാ. നമ്മുടെ ദുബായിലില്ലേ നൈറ്റ് ഡ്രൈവ് അടിപൊളിയാ. നല്ല വ്യൂ
ഒന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടികളൊക്കെ കുറവ്. അങ്ങോട്ട് കണ്ട നല്ല ബ്ലോക്ക് എടുക്കണേ ഷാർജ ഭാഗം. അത് കാണുമ്പോൾ നല്ല സുഖമുണ്ട്. ബ്ലോക്ക് ആണ് കാലത്ത് ആ ബ്ലോക്ക് ഇവിടെയും വൈകിട്ടാകുമ്പോ ശ്രദ്ധിച്ച് റിവേഴ്സും. ഇതാണ് നമ്മുടെ ദുബായ് വൈബ്. അല്ല ആമിയെ എവിടെ ആമീനെ കാണല്ലടി. ഓ ആ ഇപ്പൊ കണ്ട്. ഞങ്ങളെല്ലാരും ബ്ലാക്ക് ആയതുകൊണ്ടേ രാത്രി കാണില്ല. അപ്പൊ നമുക്ക് വെളിച്ചത്ത് വന്നിട്ട് കാണാം. ആ ഫ്ലൈറ്റ് ആരെങ്കിലും കണ്ടോ? ഫ്ലൈറ്റ് ഇപ്പൊ കാണാനില്ല കേട്ടാ. ക്ലിയർ അല്ലാത്ത കാരണം ബുർജ് ഖലീഫ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വണ്ടികൾ മാത്രം നോക്കരുത്, ബസ് മാത്രമാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ. അങ്ങനെ ഫൈനലി നമ്മള് അൽ നാസർ ലെഷർലാൻഡിൽ എത്തി. പാർക്കിംഗ് ഇല്ലാത്ത കാരണം രേവയുടെ വണ്ടി പാർക്ക് ചെയ്താ നോ പാർക്കിങ്ങില്. രേവയുടെ തമാശ. സേഫാണ്, ഫൈൻ കിട്ടുമെന്ന് മാത്രം അറിയില്ല. എന്നാലും പോവന്നെ ഞങ്ങള്. രേവ ടിക്കറ്റ് ഇല്ലാത്ത കാരണം ആരെയോ വിളിക്കാൻ നിക്കാണ്. രേവ ആരെയോ വിളിക്കണ അത്യാവശ്യം നല്ല വരും. അതെ നമുക്ക് ടിക്കറ്റ് കിട്ടുമോ? ടിക്കറ്റ് ഇല്ലെങ്കിൽ പോണം വീട്ടിക്ക്. രേവ ഫുൾ പൊക്കമയ്യാണല്ല. രാത്രിയോണം ആമിക്കുട്ടി ഫുഡ് കഴിക്കാൻ ക്യൂ നിൽക്കുകയാണ്. അതിന് തന്നെ പായസം രേവ വാങ്ങിക്കാൻ പോകണം. രേവ ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ. അമ്മി ഫസ്റ്റ് പപ്പടം കിട്ടിയില്ലേ? അച്ഛൻ പായസം കൊടുത്തു. ഇനി നോൺ വെജ് സദ്യ രസമുണ്ടാ? ആമിക്കുട്ടിക്ക് ഇഷ്ടമായ? ഞാൻ വിചാരിച്ചേ ഇലയില് സദ്യയോടൊപ്പം മറ്റേ ചിക്കൻ. എന്തായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നു. അതെ സൂപ്പർ പരിപാടിയായിരുന്നു അല്ലേ? അതെ. ഇപ്പൊ എത്ര മണി? 1:10. ഇനി പരിപാടി നടക്കുന്നുണ്ട്. 1:10 കേട്ടാ. ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. 2:30 വരെ ഉണ്ടെന്ന് പറഞ്ഞ ഞങ്ങള് പോകുന്നു. എന്തായിരിക്കും നോ പാർക്കിങ്ങിന് വണ്ടി നടക്കണം. ഞങ്ങള് സേഫായി കിടക്കുന്നുണ്ട്. ഫൈൻ കിട്ടിയെന്ന് അറിയില്ല. രാത്രി യാത്രയിൽ എല്ലാവരോടും